കിട്ടും. സാധാരണ ഒരു പെട്രോൾ വണ്ടി കിട്ടുന്ന മൈലേജ് കിട്ടുന്നുണ്ടല്ലേ? അതെ അതെ. ഡ്രൈവിൽ. ഓക്കെ. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 60ൻ്റെ മുകളിൽ വരുന്നുണ്ട്. 60ന് മുകളിൽ വില. 2 വർഷത്തെ പഴക്കം അല്ലേ? 2 വർഷത്തെ പഴക്കത്തിലാണ് ഇത്രയും മാറ്റം വന്ന്. ലോ കിലോമീറ്റർ ആണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും കാർ സ്റ്റോറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഷെറു ബൈ നമ്മുടെ കൂടെ സ്വാഗതം. താങ്ക് യു. ഓക്കെ. അപ്പോൾ പ്രീമിയം സെഗ്മെന്റ്, സെമി പ്രീമിയം കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. റീ ചെയ്യുന്നുണ്ടായിരുന്നോ? നമ്മൾ ചില എക്സ്ചേഞ്ച് വരുന്ന കേസുകൾ വണ്ടികൾ നമ്മൾ ഒരു 95% ചെയ്യുന്നത് കേരള വെഹിക്കിൾ തന്നെയാണ് റീ ചെയ്തത്. നമ്മൾ എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടികൾ ചിലപ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണുന്നത് BMW 7 സീരീസ് ഉണ്ട്. അതേപോലെ തന്നെ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ് ക്യാമറി ഉണ്ട്. ഇത് രണ്ടും ഇപ്പോൾ വീഡിയോ കാണിക്കൂല്ലേ ഇത്? തീർച്ചയായിട്ടും. ഓക്കെ, കാണിക്കുന്നുണ്ട്. താറുണ്ടോ? താറുണ്ട്. താറിന് നല്ല എൻക്വയറി അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ. താറുണ്ട്. ഓക്കെ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്, ഇരിങ്ങാടം പള്ളി. അതായത് ഈ ബൈപ്പാസ് ഏതാ കറക്റ്റ് വരുന്നത്? നമ്മൾ കുന്നമംഗലം പോകുന്ന ബൈപ്പാസ്. കുന്നമംഗലം ബൈപ്പാസ് അല്ല, ടൗൺ എന്നല്ല, ഹൈവേന്ന് നമ്മൾ തൊണ്ടയാട് എന്നുള്ള ബൈപ്പാസ് എന്നുള്ള ഡീവിയേഷനിൽ. ഓക്കെ. അതാണ് കുന്നമംഗലത്തേക്ക് കോവൂര് സൈഡിൽ നിന്നും നമുക്ക് വരാം. മെഡിക്കൽ കോളേജ് പോകുന്ന അവിടുന്ന് കോവൂര് എന്നുള്ള പുതിയ ബൈപ്പാസിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടേക്ക് എത്തും. കോഴിക്കോട് ഇപ്പോൾ ഒരു മെയിൻ ഫുഡിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയ ഒരു ഏരിയ ഉണ്ട്, ഇരിങ്ങാടം പള്ളി. എല്ലാവർക്കും ഈസി ആയിട്ട് ആ റോഡ് വന്നിട്ട് റൈറ്റ് കയറിയാൽ മതി അല്ലേ? അതെ. ഓക്കെ. അതാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കാം. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് കാണാം. എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റിയ വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ കാണുന്ന ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇവനിൽ നിന്ന് തന്നെ തുടങ്ങാം. BMW 750i ആണ്. പെട്രോൾ വാഹനമാണ്. അതെ. സെഡാൻ കാറ്റഗറി അല്ലേ? അതെ. ഇതിൻ്റെ മൊത്തത്തിലുള്ള നീട്ടം എത്ര വരുന്നുണ്ട് ഏകദേശം അറിയാമോ? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ നിങ്ങൾ, എത്ര വരുന്നുണ്ട് ഇത്, എങ്ങനെയാണ് കാര്യങ്ങൾ? 2015-16 മോഡലാണ്. 2015 മാനുഫാക്ചറിങ്, 16 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓക്കെ. 750i പെട്രോൾ, V8 ട്വിൻ ടർബോ. പവറിന്റെ കാര്യത്തിൽ പറയണ്ടല്ലേ? പവറിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. 4.4 ലിറ്റർ വരുന്ന V8 ട്വിൻ ടർബോ ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ഓക്കെ. കിലോമീറ്റർ എത്ര ഇത്? 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. മോഡൽ ഏതാ? 15-16. ഓക്കെ. ഫുൾ സർവീസ് ഹിസ്റ്ററി ഷോറൂമാണ്. 2026 ലാസ്റ്റ് വരെ സർവീസ് പാക്കേജ് നിലവിലുള്ള വാഹനമാണ്. ഓക്കെ. അടുത്ത വർഷം വരെ നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് എടുക്കുന്നുണ്ട്. അതെ, സർവീസ് പാക്കേജ് വരുന്നുണ്ട്. 26 ലാസ്റ്റ് വരെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ജനറൽ സർവീസിന് എത്ര കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്? എങ്ങനെയാണെങ്കിലും ഒരു 50,000 ഒക്കെ നമ്മൾ ഏകദേശം കാണേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആ ഒരു എമൗണ്ട് സേവ് ആവും. അതെ, ഇയർലി നമുക്ക് ആ ഒരു സർവീസ് ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്, അപ്രോക്സ് എമൗണ്ട് ആണ്. പിന്നെ എന്താണോ നമ്മൾ സർവീസ് പാർട്ട് ആ സമയത്ത് ചെയ്യാനുള്ളത് അത് ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമ്മളോട് തെറ്റിപ്പോവും. നമ്മളോട് തെറ്റും, പറഞ്ഞാൽ തീരത്തില്ല അത്രയും. അതുകൊണ്ട് പറയണ്ട, കാണിച്ചു കൊടുക്കാം തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും ഒരു ക്ലെയിമും ഇല്ലെന്ന് വിശ്വസിക്കാം അല്ലേ? ക്ലെയിം, റീപ്ലേസ് ഒന്നുമില്ല. കംപ്ലീറ്റ് സർവീസ് ഷോറൂം മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇപ്പം റീസെൻ്റ്ലി 1 lakhന്റെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. KL 11 രജിസ്ട്രേഷൻ, കേരള വണ്ടിയാണ്. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ, 750i. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ 49 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 49 ലക്ഷം രൂപ. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള 750i 7 സീരീസ് ആണ്. അന്ന് ഇതിന് ഏകദേശം 1 കോടിയുടെ എങ്ങനെയായാലും 1 CR ഉണ്ടാവും. അതെ. ഇതിന് നിലവിൽ 70 ലക്ഷം രൂപ ഇതിന്റെ ഇൻഷുറൻസ് IDV വരുന്നുണ്ട്. അതെ, 70 lakh rupees നിലവിൽ ഇൻഷുറൻസ് IDV വരുന്നുണ്ട്. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറിന് 0 ഡൗൺ പേയ്മെന്റിൽ ഫുൾ എമൗണ്ട് ലോൺ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് ഈ വണ്ടി കൊടുക്കാനായിട്ട് പറ്റും. അടുത്തതാ വീണ്ടും ഒരു സെഡാൻ കാറ്റഗറി തന്നെ, ടൊയോട്ട ക്യാമറി. അതെ. എങ്ങനെ? ടൊയോട്ടയിൽ നിലവിൽ ആകെ ഒരു സെഡാൻ ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ക്യാമറി മാത്രമാണ്. 2000 അതല്ല, ഇത്രയും വലിയൊരു സെഗ്മെന്റ് ആയിപ്പോയി. വലിയൊരു സെഗ്മെന്റ് ആയിപ്പോയി. ഇൻ ബിറ്റ്വീൻ ഓപ്ഷൻ ഇല്ലാതെ ആയിപ്പോയി. 8th ജനറേഷനിൽ വരുന്ന ക്യാമറയാണ്, ഹൈബ്രിഡ് ഓപ്ഷനാണ്. 2024 മോഡലാണ്. 24 മോഡലാണ്. വെറും 8 മാസമേ പഴക്കമുള്ളൂ വണ്ടി. 8 മാസം മാത്രമാണ് പഴക്കമുള്ളത്. 24 മോഡലാണ് വരുന്നത്. 9000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ്. 1 ഇയർ ആയോ?
അതോ 1 ഇയർ ആയിട്ടില്ല. 1 ഇയർ ആയിട്ടില്ല. വെറും 8 മാസം 8 മാസം പഴക്കം. 9000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഹൈബ്രിഡ്. എത്ര ഹൈബ്രിഡ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും മൈലേജ്? മൈലേജ് എങ്ങനെയായാലും ഒരു 20+ എന്തായാലും കിട്ടും. 24 ഒക്കെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് മൈലേജിൻ്റെ. ഒരു 17-18 എന്തായാലും ഇതിന് മുകളിൽ കിട്ടും. 20+ എന്തായാലും ഉണ്ടാവും. അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ BMW കണ്ട പോലെയല്ല, പക്ഷെ കൂടി മൈലേജ് ഓറിയന്റഡ് ആണ്. പക്ഷെ അത്ര പെർഫോമൻസ് ഉണ്ടാവില്ല അല്ലേ? പെർഫോമൻസ് നമ്മൾ BMW വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറെ കാറ്റഗറിയാണ്. അതെ, BM വരുന്നത് 4.4 ലിറ്റർ വരുന്ന പെട്രോൾ ട്വിൻ ടർബോ ആണ്. V8 എഞ്ചിനാണ് വരുന്നത്. ഇത് 2.5 ലിറ്റർ വരുന്ന 4 സിലിണ്ടർ പെട്രോൾ ഹൈബ്രിഡാണ്. നേരെ പകുതിയാണ്. പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെന്റ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവറിൽ ഹൈബ്രിഡ് വണ്ടി ആയത് കാരണം പൊതുവെ ഹൈബ്രിഡ് വണ്ടി ചില വണ്ടി ആളുകൾക്ക് ഒരു പവർ ഫീല് ചിലപ്പോൾ കിട്ടാത്ത പോലുള്ള ഒരു ഫീല് പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു പവർ കുറവാണ് എന്നുള്ള ഒരു വിഷയം ഡ്രൈവിൽ നമുക്ക് തോന്നൂല. ഓക്കെ, വെറും 8 മാസത്തെ പഴക്കമാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടീൻ്റെ ഇതിൻ്റെയും കൂടി വില അറിയണം. എങ്ങനെയാണ്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 46 ആണ്. 46 ലക്ഷം 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 44 ലക്ഷം രൂപ ഇതിന്റെ ഇൻഷുറൻസ് IDV വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, വളരെ ചെറിയ ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റും. ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്ക് എത്ര ഉണ്ട്? ഇപ്പം 9th ജനറേഷൻ ആണുള്ളത്. ഇപ്പം വീണ്ടും ഫേസ് ലിഫ്റ്റ് വന്നു. ഇത് 8th ജനറേഷൻ വണ്ടിയാണ് വരുന്നത്. 9th ജനറേഷൻ വരുന്നത് ഏകദേശം 60+ വരുന്നുണ്ട്. 64, 63 എങ്ങാനാണ് ഇപ്പോഴത്തെ. ഇതിന് കഴിഞ്ഞ പോലെ ഇറങ്ങുമ്പോൾ ഇതിനും ഏതാണ്ട് ആ ഒരു പ്രൈസ് തന്നെ 60ന്റെ അടുത്തുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് മാറ്റം വന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 15 ലക്ഷത്തിൻ്റെ മുകളിൽ 8 മാസം പഴക്കമുള്ള വണ്ടിക്ക് മാറ്റം വന്നു കഴിഞ്ഞു. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. അതെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി. വാറണ്ടി എത്ര വരെ ഉണ്ടാവും? എങ്ങനെയായാലും ഒരു 3 വർഷം 24 അല്ലേ 27 അണ്ടർ വാറണ്ടി. നോർമൽ കമ്പനി കൊടുക്കുന്ന 3 ഇയർ വാറണ്ടി പ്ലസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 ഇയറിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഥാറാണ്. KL 73 രജിസ്ട്രേഷൻ വാഹനമാണ് അല്ല? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് പെട്രോൾ മാനുവൽ 4 വീൽ ഡ്രൈവ്. പെട്രോൾ മാനുവൽ 4 വീൽ. അതെ, 21 മോഡൽ. ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, എത്ര ഓട്ടം പോയി? 18,000 കിലോമീറ്റർ. 18,000 വലിയ ഓട്ടമല്ല, ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 18,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടി. സർവീസ് ഒക്കെ സർവീസ് കാര്യങ്ങൾ കമ്പനി സർവീസ് എല്ലാം പോയിട്ടുണ്ട്. പീരിയോഡിക് സർവീസ് എല്ലാം പോയിട്ടുണ്ട്. 4 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. 4 വീൽ മാനുവൽ പെട്രോൾ വെഹിക്കിൾ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യം ഒന്നുമില്ല. ക്ലെയിം കാര്യങ്ങളില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും. താറിന്റെ റേറ്റ് പറയുമ്പോൾ ഇപ്പോൾ റോക്സുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത്. അതെ, നമുക്ക് താർ റോക്സിന്റെ ഒരു ബേസിക് വണ്ടിനെക്കാട്ടും പ്രൈസ് വരുന്നില്ല ഇതിന്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 12.5 ലക്ഷം രൂപയാണ്. 12,50,000 അല്ലേ? 2021 വെറും 18,000 കിലോമീറ്റർ ഓടിയ 4 വീൽ പെട്രോൾ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 12,50,000. അതെ, ഒരു 11 ലക്ഷമൊക്കെ ലോൺ കിട്ടും നമുക്ക്. എങ്ങനെയായാലും ഒരു 10 ലാക്ക് എന്തായാലും കിട്ടും നമുക്ക്. 10 ലാക്ക് വരെ ചാൻസ് ഉണ്ട് അല്ലേ? 10 ലാക്ക് എന്തായാലും നമുക്ക് ലോൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കി നമുക്ക് വാല്യൂഷൻ എടുത്തിട്ട് കൂടുതൽ ലോൺ വേണമെങ്കിൽ നമ്മൾ മാക്സിമം നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോൺ നമ്മുടെ ട്രാക്കോടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിട്ടുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ വീണ്ടും ഒരു ക്രെറ്റ തന്നെയാണ്. നൈറ്റ് എഡിഷൻ ഡീസൽ. KL 63 വണ്ടി ഡീസലാണ്. ഡീസൽ ഓപ്ഷൻ. ഓക്കെ, എങ്ങനെയാണ്? 2022 മോഡലാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പാണ്. 35,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഒരു 3 വർഷം ആവാനായിട്ടുണ്ടാവും. അതെ. ഓക്കെ, 5-ാം മാസം വന്നാൽ 3 വർഷമാവും. അതെ, നോർമൽ ഓട്ടമാണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. മാനുവലാ? ഓട്ടോമാറ്റിക് ഡീസൽ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഒരു 15-16 മൈലേജ് കിട്ടും ഇതിൽ. എങ്ങനെയായാലും ഒരു 16 കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് ലോങ്ങിൽ കിട്ടും. ക്ലെയിം ഒന്നുമില്ലല്ലോ? സീറോ ക്ലെയിം വാഹനം. നൈറ്റ് എഡിഷൻ തന്നെയാണ്. ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. 2022 ക്രെറ്റ. ഏത് ഓപ്ഷൻ ചെയ്ത് ടോപ്പ് ആയത്? അതെ, ഏറ്റവും ടോപ്പ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ. എത്ര കൊടുക്കാം? 18 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 18,50,000. ഡീസൽ വണ്ടിയാണ്. പെട്രോൾ നേരത്തെ 17 ചോദിച്ചത്. ഇത് ഡീസലാണ് അല്ലേ? ഡീസലാണ്. ഓക്കെ, അപ്പോൾ 17 ചോദിച്ചത് നേരത്തെ. ഏതാണ്? പെട്രോളിന് നേരത്തെ ചോദിച്ചത് 17. ഇത് 18.5 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ലോണ് 15-16 കിട്ടുമോ? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇന്നോവ ക്രിസ്റ്റ വന്നിരിക്കുകയാണ്. നേരത്തെ ഹൈക്രോസ് ഉണ്ട്, അടുത്ത ക്രിസ്റ്റയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ഇന്നോവ ക്രിസ്റ്റ 2020 മോഡൽ Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഓക്കെ,
സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 90,000. 2020 സെഡ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വണ്ടി അല്ല. ഓക്കെ, ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? 26 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 26 lakhs സെഡ് ഓട്ടോമാറ്റിക് 2020 അല്ലേ? 2020 സർവീസ് ഒക്കെ സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. നമുക്ക് എല്ലാ സർവീസും ഷോറൂമിൽ അപ് ടു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ, ഇതിൻ്റെ ലോൺ ഒരു 22-23 വരെ കിട്ടും, ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈസ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓ തീർച്ചയായും. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ മാക്സിമം നമ്മളാൽ കഴിയുന്ന ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവരൊക്കെ പൊതുവേ പറയാറെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കയറ്റി പറയും. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരൊരു വൻ രീതിയിലുള്ള ബാർഗൈനിങ് പ്രതീക്ഷിക്കും. ഭയങ്കരമായിട്ട് കയറ്റി പറയാന്നുള്ളതല്ല, പൊതുവേ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതാണല്ലോ. അവർ ചോദിച്ചിട്ട് അവർക്കായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. പലരും വീഡിയോയിൽ ഫൈനൽ പ്രൈസ് പറഞ്ഞുകൂടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം. വാഹനം ഇഷ്ടമുള്ള കസ്റ്റമർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ആ വണ്ടിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. മാക്സിമം ആ വണ്ടിക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കും. ഓക്കെ, അടുത്തതാ ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് SUV അല്ലേ? റേഞ്ച് റോവറിൻ്റെ കോമ്പാക്ട് SUV ആണ്, ഇവോക്ക് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? റേഞ്ച് റോവർ ഇവോക്ക് 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ വരുന്നത്. 2035 വരെ ടാക്സും കാര്യങ്ങളൊക്കെ അതെ. സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനമുള്ളത്. HSC ഡൈനാമിക് ടോപ്പ് ആൻഡ് ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് അല്ല? ഏറ്റവും ടോപ്പ് ആൻഡ് ഡൈനാമിക്കിൽ എന്താ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. അതെ. ഓക്കെ, 50,000 കിലോമീറ്റർ നിലവിൽ വാഹനം ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ. ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. ഇതിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ വരുന്നതിൽ കുഴപ്പമില്ലാത്ത മൈലേജ് വരുന്ന ഒരു വാഹനമാണ്. എത്ര കിട്ടും? ഒരു 12-13 12 ലെവലിൽ എന്തായാലും ഉണ്ടാവും. ആ ലെവലിൽ കിട്ടും അല്ലേ? അതെ. ഓക്കെ, ക്ലെയിമും ഒന്നുമില്ലാത്തൊരു വാഹനം. 19 മോഡൽ, 20 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഇവോക്കാണ്. എത്ര കൊടുക്കാം നമുക്ക്? 44 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര കിട്ടുമെന്ന് അറിയാം? ഇങ്ങനെ 80+ വരുന്നുണ്ട്. 80+ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ചോദിക്കുന്നത് 44 ലക്ഷം. കേരള വണ്ടിയാണ്, റിയ ഒരുപാട് പേരുണ്ട്. അതെ, കേരള വാഹനമാണ്. വിത്ത് കമ്പനി സർവീസ് ഹിസ്റ്ററി, നമുക്ക് എല്ലാ ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഒരു 40 lakhs വരെ ലോൺ ചാൻസ് ഉണ്ട്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ നമ്മളെപ്പോഴും പറയുന്നതാണ്, എല്ലാ വീഡിയോയിലും നമ്മൾ ചെയ്യുമ്പോൾ പറയാം. ട്രാക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ഫണ്ടിങ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് മെഴ്സിഡസ് ബെൻസ് GLA 200 അല്ലേ? 200. ഓക്കെ, ഒരു എൻട്രി ലെവൽ ഹാഷ് ബാക്ക് അല്ലെങ്കിൽ SUV എന്ന് വിളിക്കാൻ പറ്റുമോ? കോമ്പാക്ട് SUV സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? 2018 മോഡൽ സ്പോർട്ട് വേരിയന്റ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. സ്പോർട്ട് ഫുൾ അല്ലേ? അതെ, ടോപ്പ് എൻഡ്. അതെ, ഓക്കെ, 18 ടോപ്പ് എൻഡ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 72,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനമാണ്. 2018 72,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. 17 വണ്ടൊക്കെ കിട്ടൂല ഹൈവേയിൽ, അതിൽ മുകളിൽ കിട്ടും. അതാ പറഞ്ഞത്, മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് ആണ്. എത്ര കൊടുക്കാം? 28 ലേക്കാണ് നമ്മൾ ചോദിക്കുന്നത്. 28 ലക്ഷം. കേരള വണ്ടി, ഒറിജിനൽ കേരള, 2018 ടോപ്പ് എൻഡ് വാഹനം, 28 ലക്ഷം. ലോൺ എത്ര കയറും? ലോൺ എങ്ങനെയായാലും നമുക്കൊരു 24-23 നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് BMW ഒരു അടിപൊളി സെഡാൻ വണ്ടി, 520 ഡീസൽ. അതെ, 520D. എങ്ങനെയാണ് ഡീറ്റെയിൽ? BMW 520D ഡീസൽ വേരിയന്റ് വരുന്നതാണ്. 2019 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 50,000 കിലോമീറ്റർ ആണ് നിലവിൽ വാഹനം ഓടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാ സർവീസ് പാക്കേജും സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഒരു 12-13 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുമല്ലേ? അതിൻ്റെ മുകളിൽ കിട്ടും. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 15-16 വരെ ലോങ് ഡ്രൈവിൽ കിട്ടും. സിറ്റി യൂസിലാണെങ്കിൽ എങ്ങനെയായാലും നമുക്കൊരു 13-14 നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു 13 എന്തായാലും സിറ്റി യൂസിൽ കിട്ടും. സാധാരണ പെട്രോൾ വണ്ടി കിട്ടുന്ന മൈലേജ് കിട്ടുന്നുണ്ടല്ലേ? അതെ. ഡ്രൈവിൽ. ഓക്കെ, 19 എത്ര ഓട്ടം പറഞ്ഞ? എത്ര? 50,000. ഫുൾ സർവീസ് ഉണ്ടല്ലേ? ഫുൾ സർവീസ്. ഓക്കെ, ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് അല്ലേ? ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ ഇതിൽ? അതെ, ലക്ഷറി ലൈനാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. അതെ, ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? 49 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം അറിയോ? 80 അറൗണ്ട് ഏകദേശം 70 ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്നത്. ഇപ്പം 49 ലക്ഷം രൂപ നമ്മൾ 49 ലക്ഷം ചോദിക്കുന്നു. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു നോർമൽ ഓട്ടോ മാത്രം പോയ വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ലക്ഷറി ലൈൻ 520D
നല്ലൊരു അടിപൊളി കളറുമാണ്, ബ്ലൂ കളർ. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഒറിജിനൽ കേരള വണ്ടി. അടുത്ത വണ്ടിയിലോട്ട് പോകും. അടുത്ത ന്യൂ ഷേപ്പ് മെഴ്സിഡസ് ബെൻസ് GLA 220D. 220D എങ്ങനെയാ കാര്യങ്ങൾ? 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 22,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് വണ്ടി. ഓക്കെ, 22 മോഡലും 22,000 കിലോമീറ്റർ മോഡൽ, സോറി 23 മോഡൽ, 2023 മോഡൽ, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് GLA 220 ആണ്. 220D. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് GLA 200 ആണ് വരുന്നത്, ഇത് GLA 220 ആണ് വരുന്നത്. ഓക്കെ, ടോപ്പൻ്റെ ടോപ്പൻ്റെ ഏറ്റവും ടോപ്പൻ്റെ അതെ. കമ്പനി സർവീസ് എല്ലാം കമ്പനി സർവീസ് എല്ലാം. വാറണ്ടി എത്ര വരെ കൊടുക്കുന്നുണ്ട് ബെൻസ്? വാറണ്ടി 26 വരെ, 3 വർഷം തന്നെയാണ്. 3 വർഷത്തെ വാറണ്ടി. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ 220D ആണ്. എത്ര കൊടുക്കാൻ പറ്റും? 46 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 46,50 അല്ലേ? 50. ഓക്കെ, ഇത് ഇറങ്ങുമ്പോൾ എത്രയുണ്ട്? ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 60ൻ്റെ മുകളിൽ വരുന്നുണ്ട്. 60ന് മുകളിൽ അല്ല, 2 വർഷത്തെ പഴക്കം. 2 വർഷത്തെ പഴക്കത്തിലാണ് ഇത്രയും മാറ്റം വന്ന്. കിലോമീറ്റർ ആണ്. താല്പര്യം കോൺടാക്ട് ചെയ്യാൻ. 200 പോലെ തന്നെ മൈലേജ് കിട്ടും ഇതിനും? അത്യാവശ്യം മൈലേജ് ഉണ്ടോ? നമ്മൾ ഒരു 16 കിലോമീറ്റർ 15 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഓക്കെ, ലോൺ എന്തായാലും മാക്സിമം നോക്കാം അല്ല, ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തതാ, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ആണ് വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് 2023 മോഡലാണ്. 23 മോഡൽ, സിംഗിൾ ഓണർഷിപ്പാണ്, 19,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 19,000. 2023 വണ്ടി. കമ്പനി വാറണ്ടി 26 വരെ ഉണ്ടാവും. ഓക്കെ, G4 GX വേരിയന്റ് വരുന്ന പെട്രോൾ. ഓക്കെ, GX എന്ന് പറയുന്നത് ബേസ് ഓപ്ഷൻ ആണ്, പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ബേസിക് ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക് വാഹനമാണ്, പെട്രോൾ ടൈപ്പ്. ഇത് ഓൺ റോഡ് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? ഓൺ റോഡ് ഇപ്പോൾ ഏകദേശം 27 ലക്ഷോളം. 27 ലക്ഷത്തിന്. അതെ, 27 ലക്ഷം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കും? 22,400,000. 22,25,000 രൂപയ്ക്ക് 2023 GX ഹൈക്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 4.25 ലക്ഷം റേഞ്ച് മാറ്റം വന്നു അല്ലേ? വന്നു 27 വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അതെ. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു അടിപൊളി 7 സീറ്റർ വണ്ടി. താല്പര്യമുണ്ട് വിളിച്ചോളൂ പെട്ടെന്ന് തന്നെ. ലോൺ എത്ര കയറും? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈസ് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 ക്രിസ്റ്റകളാണുള്ളത്. 2 ക്രിസ്റ്റകൾ, 2 വൈറ്റ് കളറാണ്. ഇത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ പയ്യന് മാറിപ്പോകുന്ന അറിയില്ല. ഒന്നിൽ 2 സ്റ്റിക്കർ ഉണ്ട്, ഗ്ലാസ്സിൽ ഒന്നിൽ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ തുടങ്ങാം അല്ലേ? 2 ഒന്നാണ്, പിന്നെ മാറിയാൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഡീറ്റെയിൽ ഒക്കെ? 2022 മോഡലാണ്. 22 Z ഓട്ടോമാറ്റിക് ആണ്. Z ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 47,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 2022 Z ഓട്ടോമാറ്റിക്, 47,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് ക്രിസ്റ്റ, കേരള വണ്ടി. അത് എത്ര കൊടുക്കാം? 31 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 31 ലക്ഷം. Z ഓട്ടോമാറ്റിക് 2022 Z ഓട്ടോമാറ്റിക് 31 ലക്ഷം. പറമ്പ് വാങ്ങിയിടും പോലെയാണ് ക്രിസ്റ്റകളെന്ന് കമൻറ്റ് കാണാറുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ Z ഓട്ടോമാറ്റിക് നല്ല വാഹനങ്ങൾ കുറവാണ്. ലോ കിലോമീറ്ററുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഷോറൂമിൽ ഇപ്പം ഓട്ടോമാറ്റിക് വരുന്നില്ല. ഷോറൂമിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. മാനുവൽ ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ പുതിയത് എടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിലവിലുള്ള ടോപ്പിൻ്റെ വാഹനങ്ങൾക്ക് അത്യാവശ്യം മാർക്കറ്റിലൊരു ടൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് വരാം. ഇതെങ്ങനെയാണ്? 2021 മോഡലാണ്. ഇത് ഗ്രില്ലിൽ കളർ ചേഞ്ച് ഉണ്ട് അല്ലേ? മാറ്റമില്ല. അത് ബ്ലാക്കും ഇത് ഗ്രേയും ആണ്. പറഞ്ഞോളൂ, എങ്ങനെയാണ്? 21 മോഡല് Z ഓട്ടോമാറ്റിക് ടോപ്പിന്റെ വാഹനം, സിംഗിൾ ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ. 56,000 കിലോമീറ്റർ. ഓക്കെ, 21 മോഡല്. അപ്പോൾ ഇത് എത്ര കൊടുക്കും? 29,400. ഇത് മോഡൽ കുറഞ്ഞു, അത് മോഡൽ ഒറ്റ വർഷം കൂടി. ബാക്കി എല്ലാം സെയിം ആണ്. ചെറിയ കിലോമീറ്ററുള്ള മാറ്റം, ഒരു വർഷത്തെ ഓണർഷിപ്പിൽ, ഒരു വർഷത്തെ മാറ്റം വരുന്നുണ്ട്. ഓണർഷിപ്പ് എല്ലാം സെയിം ആണ്, സിംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ചെറിയ മാറ്റത്തിൽ രണ്ടിനും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാമല്ലോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയുള്ള കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഇവിടെ പറയാണ്. ഇനി വേറെയും ചെറുവണ്ടികളൊക്കെ ഉണ്ടോ കയ്യിൽ? ചെറുവണ്ടികൾ എന്ന് വെച്ചാൽ ഒരു സെമി സെഗ്മെന്റ് ഉണ്ട് അല്ലേ? എറ്റിയോസ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. കാസ്ട്രോറയുടെ ഓണേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. നസീം കാ,
അഷ്റഫ് ഖാൻ. രണ്ടുപേരെയും നമ്മൾ ഓരോ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞാൻ ഇവരോട് ചോദിക്കാൻ പോകുന്നൊരു മെയിൻ കാര്യം, കഴിഞ്ഞ വീഡിയോസിൽ എല്ലാത്തിലും കമൻസ് കൂടുതലുണ്ടായിരുന്നു, വില കൂടുതലാണ്. അതിനെപ്പറ്റി എന്താ പറയുള്ളത്? ആരാദ്യം പറയുന്നത്? വിലൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളെ വെഹിക്കിള് കമ്പാരിറ്റീവ്ലി ചില ആളുകൾ കമ്പയർ ചെയ്യുന്നത് അതർ സ്റ്റേറ്റ് വെഹിക്കിളൊക്കെ ആയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു കമ്പാരിസൺ സെഗ്മെന്റ് ആണ് പ്രീമിയം ഈ ക്രിസ്റ്റകൾ അങ്ങനത്തെ സെഗ്മെന്റ് ആണ്. നമ്മൾ അതിന് റിപ്ലൈ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ നമ്മളിവിടെ വന്ന കസ്റ്റമർ മോസ്റ്റ്ലി എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത് പോകുന്നുണ്ട്. നമ്മൾ എല്ലാ ചെക്ക് പോയിന്റും കഴിഞ്ഞിട്ടാണ് വെഹിക്കിൾസൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്. അധികം കേരള സിംഗിൾ ഓണർഷിപ്പ് ആയാലും ലോ കിലോമീറ്ററും വെഹിക്കിളിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയിട്ടാണ് വണ്ടി വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രൈസിൽ ചോദിക്കുന്ന പ്രൈസ് ആണെങ്കിൽ, പക്ഷേ അത് കസ്റ്റമർ ഇവിടെ എൻ്റെ ടൈം ഇവിടെ വന്ന് സംസാരിക്കാൻ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ഡീൽ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അതിലെല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടേതായിട്ടാണ് ഒരു കാര്യം കൂടെ ഉണ്ട് പറയുന്നത്. ഏതൊരു പാർട്ടി നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് മാക്സിമം ഒരു 90% നമ്മൾ ഡീലാക്കി വിടാറുള്ളൂ. എന്ത് കമാൻഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രൈസാക്കി വിടുള്ളൂ. അതിന് ക്വാളിറ്റിയിലെ വണ്ടി നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാണ് പറയാനുള്ളത്. ആര് വന്നാലും മോശം ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ, ആരെയും നിരാശയോടെ ഓക്കെ. എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം, അത്രയും തീരുമാനിക്കാം. വണ്ടി കാണാണോ, വില കുറവാണോ, വണ്ടിയുടെ ക്വാളിറ്റി, അപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുമോ നേരിട്ട് കാണുമ്പോൾ. കൂടുതലും അതാണ്, ഒറിജിനൽ കേരള വണ്ടികളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ വ്യത്യാസമായിരിക്കില്ല. കൂടെ ഒന്നും പറയാലോ, ഏത് കസ്റ്റമർ വന്നാലും ജിതിൻ ബായ്ക്കും ഭയങ്കര ഗുഡ് അഭിപ്രായം പറയുന്നത്, ഭയങ്കര അഭിപ്രായം പറയുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, മറന്നു വേണ്ട. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.